ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മലയാളം ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് നോക്കാം. ആകെ സമയത്തിൻ്റെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കുക. then 5 പ്രവർത്തനങ്ങൾക്ക് എന്താണ് ഉത്തരം എഴുതണം. പ്രവർത്തനങ്ങളിലെ ഉപപ്രവർത്തനങ്ങൾക്കും ഉത്തരം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, 4, 5 എന്നീ പ്രവർത്തനങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ചോയ്സ് ഉള്ള പ്രവർത്തനത്തിൽ എ, ബി എന്നിവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 വായിച്ചു നോക്കാം. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയും ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്നെനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല് ഒഴുകും തോറും വീതിയും ആഴവും കൂടി അങ്ങനെ വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ. തടസ്സം നിന്ന കല്ലുകൾക്കും പാറകൾക്കും മുകളിലൂടെ ഒഴുകിയ എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നു പോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞ് കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞ് തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂട്ടുകാരെ, എവിടെയാണ് പുഴ ജനിച്ചതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, മലമുകളിലാണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ കൂട്ടുകാരെ. അപ്പോൾ എവിടെയാണ് പുഴ ജനിച്ചത്? യെസ്, മലമുകളിൽ. ഓക്കെ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചിട്ടുള്ള പദം ഏതാണ്? നീരാണല്ലേ. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചിട്ടുള്ള പദം നീര്. ദെൻ ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? വലിയ വെള്ളച്ചാട്ടം പോലെ, ചെറിയ നീർച്ചാല് പോലെ, വലിയൊരു പാറ പോലെ, ചെറിയ കല്ല് പോലെ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, വായിച്ചു നോക്കാം എവിടെയാണെന്ന്. ഇവിടെ നോക്കൂ, ഒരു ചെറിയ നീർച്ചാലല്ലേ. നമുക്ക് ഇവിടെ എന്നെനിക്ക് എൻ്റെ ഇന്നത്തെ വലുപ്പമൊന്നും വന്നിരിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാലെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? ചെറിയ നീർച്ചാല് പോലെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ ഇവിടെ ബോക്സിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, ദെൻ വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നു ഒഴുകി എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കും പുഴ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിനാൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു എന്നാണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നതാരെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നതാര്? പാറ, മത്സ്യം, മരം, മല. അപ്പോൾ ഇതിൽ ആരാണ് കൂട്ടുകാരെ? അതെ, പാറയാണല്ലേ. ആൻസർ എന്താണ്? പാറ. ഓക്കെ, ദെൻ പ്രവർത്തനം 2 വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണല്ലേ. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ, കവിത വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, കവിതയുടെ താളത്തിൽ എഴുതി നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അത്തിമരക്കാടുകളിൽ ഉത്സവമാണ്, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ, പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. അതിൻ്റെ നെക്സ്റ്റ് എന്ത് ചെയ്യാം നമുക്ക്? പാട്ടുപാടി നൃത്തം ചെയ്യാൻ മാനുകൾ വന്നേ, മധുരസ്വരത്തിൽ പാടാൻ കുയിലുകൾ വന്നേ, മഞ്ഞുതുള്ളികളിൽ കളിക്കാൻ തേനീച്ചകൾ വന്നേ, കൂടം കൂടിയപ്പോൾ കാട് മുഴുവൻ സന്തോഷം പടർന്നേ. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 3 എന്താണെന്ന് നോക്കിയാലോ. സംഭാഷണം എഴുതാമെന്നുള്ളതാണ് അല്ലേ. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് ആര് കൂട്ടുകാരെ? കുഞ്ഞരിപ്രാവ് അല്ലേ. വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് അവൾ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളരിപ്രാവ് നോക്കൂ, ചോദിക്കുന്നത് എന്താ നീ നിന്ന് സന്തോഷത്തിലാണല്ലേ. അപ്പൊ കുഞ്ഞിരിപ്രാവ് എന്താവും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക? അതെ, അത്തിമരക്കാട്ടിൽ വലിയ ഉത്സവം കണ്ടു. അപ്പൊ വെള്ളരിപ്രാവ് ചോദിക്കുകയായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ? അപ്പൊ കുഞ്ഞിരിപ്രാവ് പറയാണ്, പാട്ടും നൃത്തവും നിറഞ്ഞു നിന്നു, മയിലുകൾ പോലും ചിറകു വിരിച്ച് കളിച്ചു. അപ്പൊ വെള്ളരിപ്രാവ് പറയാണ്, എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ കുഞ്ഞിരിപ്രാവ്, നീയും വന്നിരുന്നെങ്കിൽ നമ്മൾക്ക് കൂടി പാടാമായിരുന്നു. അപ്പൊ വെള്ളരിപ്രാവ് എന്താവും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക? അടുത്ത നടക്കുന്ന ഉത്സവത്തിൽ ഞാൻ തീർച്ചയായിട്ടും വരുമെന്നൊക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ ആയിരിക്കാം അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ഇനി പ്രവർത്തനം 4 നോക്കൂ. വായിക്കാം, വരയ്ക്കാം, കടങ്കഥയാണല്ലേ. അമ്പിളി തെളിയും മാനത്ത്, ആമ്പൽ വിരിയും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, മഴവില്ല് തെളിയും മാനത്ത്, മാനും മയിലും താഴത്ത്. കവിത വായിക്കൂ. മാനത്തും താഴത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത്? അപ്പൊ മാനത്തുള്ളവയിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കൂട്ടുകാരെ? അമ്പിളി പറഞ്ഞു, പിന്നെയോ സൂര്യൻ, മഴവില്ല്. ദെൻ താഴത്തുള്ളവയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? സൂര്യകാന്തി, മാന്, മയില്. ഇനി കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ, നിറം നൽകൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരയ്ക്കാം? മാനത്ത് അമ്പിളിയെ വരയ്ക്കാം, മഴവില്ല് വരയ്ക്കാം, സൂര്യൻ,
വെള്ളത്തിൽ വിരിഞ്ഞ ആമ്പലൊക്കെ വയലിൽ സൂര്യകാന്തി അങ്ങനെ സമീപത്ത് കളിക്കുന്ന മാനും മയിലും അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരച്ച് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് കടങ്കഥയാണല്ലേ കൊടുത്തിട്ടുള്ളത്. മാനത്തെയും താഴത്തെയും കാഴ്ചകൾ കവിതയിൽ കണ്ടില്ലേ. മാനത്തെ കാഴ്ചകൾ ഉത്തരമായി വരുന്ന ചില കടങ്കഥകളാണ് ചുവടെയുള്ളത്. അപ്പൊ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കിഴക്കു കാണാൻ കാലത്ത് തലയ്ക്ക് മീതെ ഉച്ചയ്ക്ക് കടലിൽ താഴും വൈകിട്ട് ശരിക്ക് പറയൂ ഞാനാര്. ആരാ കൂട്ടുകാരെ? സൂര്യനാണല്ലേ. ആൻസർ എന്താണ്? സൂര്യൻ. കരയില്ലാ കടലിലെ കൊച്ചുതോണി തുഴയില്ലാതോടുന്ന കൊച്ചുതോണി ആരാണ്? ചന്ദ്രനാണല്ലേ. ദെൻ മാനത്തെ മറ്റൊരു കൂട്ടുകാരനായി നക്ഷത്രം ഉത്തരമായി വരുന്ന കടങ്കഥ തയ്യാറാക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നക്ഷത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കടങ്കഥ തന്നെ ഉണ്ടല്ലേ, അത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കടങ്കഥകൾ വേറെ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഓക്കെ, ഉത്തരം എന്ത് വരണം? നക്ഷത്രം വരണം. മാനത്ത് രാത്രി തെളിഞ്ഞു നിൽക്കും ചെറുതായി കണ്ണുകൾ പോലെ മിന്നും പകലിൽ മറഞ്ഞു പോകുന്ന ഞാൻ ആരാണ്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കടങ്കഥ ഉണ്ടാവില്ലേ, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, അതും ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇതിന് പ്രവർത്തനം 5 അനുഭവ വിവരണമാണല്ലേ. അപ്പൊ ഈ വർഷം സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ? ഇല്ലേ കൂട്ടുകാരെ? അപ്പൊ എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്? സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാര സംഭവം എന്തായിരുന്നു? ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ വർഷത്തെ ആദ്യ സ്കൂൾ ദിന അനുഭവം വിവരണമായിട്ട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അനുഭവ വിവരണം ഇവിടെ പറയാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ അനുഭവ വിവരണം എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ വർഷത്തെ പ്രവേശനോത്സവം വളരെ മനോഹരമായിരുന്നു. സ്കൂളിൽ പ്രവേശിക്കുന്ന കൂട്ടുകാരെ വരയ്ക്കാൻ അധ്യാപകരും കൂട്ടുകാരും ചേർന്ന് ഒരുക്കങ്ങൾ നടത്തി. സ്കൂളിന്റെ കവാടം പൂക്കളും കുരുത്തോലകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. പ്രവേശന ദിനത്തിൽ ഗാനമേളയും നൃത്തവും നടന്നു. അധ്യാപകർക്ക് കേക്ക് മുറിച്ചു, കുട്ടികൾക്ക് മിഠായികളും പുസ്തകങ്ങളും നൽകി. അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടപ്പോൾ അവധിക്കാല അനുഭവങ്ങൾ എല്ലാവരും പങ്കുവച്ചു. ചിലർ യാത്രകളെ കുറിച്ച് പറഞ്ഞു, ചിലർ കളികളെയും പുസ്തകങ്ങളെയും കുറിച്ച് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ക്ലാസ് മുറിയിൽ ഒരുക്കിയിരുന്ന പൂക്കളാൽ നിറഞ്ഞ അലങ്കാരമായിരുന്നു. അതിനാൽ ഈ വർഷത്തെ സ്കൂളിലെ ആദ്യ ദിനം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി. അപ്പൊ എന്ത് ചെയ്യാം കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായ അനുഭവം ഉണ്ടാവില്ല. ഫസ്റ്റ് ഡേയിലെ ആ അനുഭവ വിവരണം ഇവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നല്ലേ. ഇതിനൊരു പ്രവർത്തനം കൂടി ഉണ്ടല്ലേ, ഡയറി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പ്രവേശനോത്സവ വിഷയങ്ങൾ ഡയറി കുറിപ്പായിട്ട് എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഡയറി കുറിപ്പ് എങ്ങനെ എഴുതുക, അതും കൂട്ടുകാർക്ക് അറിയാവുന്നതാണല്ലേ. നമുക്കൊരു മാതൃക നോക്കാം. ഇന്ന് എൻ്റെ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. പിന്നെ എന്തൊക്കെ എഴുതാൻ നിങ്ങൾക്ക്? രാവിലെ സ്കൂളിൽ എത്തിയപ്പോൾ കവാടം നിറയെ പൂക്കളും കൊടികളും കണ്ടപ്പോൾ സന്തോഷം തോന്നി. അധ്യാപകർ ഞങ്ങളെ സ്നേഹത്തോടെ വരവേറ്റു. ഗാനമേളയും നൃത്തവും അരങ്ങേറി. എല്ലാവർക്കും മിഠായിയും പുസ്തകവും നൽകി. പിന്നെ കൂട്ടുകാരെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. അവധിക്കാലത്ത് നടന്ന അനുഭവങ്ങൾ എല്ലാവരും പറഞ്ഞു പരിചയപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്കൂളിന്റെ കവാടത്തിലെ മനോഹരമായ പൂക്കൾ അലങ്കാരമായിരുന്നു. ഇന്നത്തെ ദിനം എൻ്റെ ജീവിതത്തിൽ ഒരു മനോഹര ദിനമായിരുന്നു. ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറി കുറിപ്പ് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് കൂട്ടുകാരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.